എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ജോർജ് സ്റ്റീഫൻസൻ്റെ ട്രഷർ ഐലൻഡ് എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗം പരിചയപ്പെടുത്തുന്നു. അപരിചിതൻ. പകൽ സമയത്ത് അടുത്തുള്ള കുന്നു കയറിപ്പോയി ക്യാപ്റ്റൻ തൻ്റെ കയ്യിലുള്ള ദൂരദർശിനിയിലൂടെ എല്ലാ ഭാഗത്തേക്കും ഉറ്റുനോക്കും. വൈകുന്നേരങ്ങളിൽ റം കുടിച്ചും പാടിയും അയാൾ സമയം ചെലവഴിക്കും. ഒരു ദിവസം രാവിലെ മറ്റൊരു അപരിചിതൻ സത്രത്തിലേക്ക് വന്നു. ആ സമയം ക്യാപ്റ്റൻ അയാളുടെ ദൂരദർശിനിയുമായി മല കയറാൻ പോയിരിക്കുകയായിരുന്നു. ഞാനാകട്ടെ അയാൾക്ക് പ്രാതലിന് മേശയൊരുക്കുകയും. അപരിചിതൻ വളരെ മെലിഞ്ഞവനായിരുന്നു. ഇടത് കയ്യിൽ 2 വിരലില്ല. അയാളുടെ ബെൽറ്റിൽ ഒരു വാള് തൂങ്ങിക്കിടന്നിരുന്നു. അയാൾ തൻ്റെ അരികിലേക്ക് വന്ന് എന്നോട് രഹസ്യമായി ചോദിച്ചു, ബിൽ ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ അയാളുടെ കൂട്ടുകാരനാണ്. എനിക്കുടനെ അയാളെ കണ്ടേ പറ്റൂ. ഇല്ല സർ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരാൾ ഇവിടെയില്ല. എൻ്റെ സുഹൃത്ത് ക്യാപ്റ്റൻ എന്നും അറിയപ്പെടുന്നു. അപരിചിതൻ തറപ്പിച്ച് പറഞ്ഞു. അയാളുടെ കവിളിൽ ഒരു മുറിവുണ്ട്. ഓ, ക്യാപ്റ്റൻ, അദ്ദേഹമുണ്ടല്ലോ, ഞാൻ പറഞ്ഞു. ഏതു സമയത്തും അദ്ദേഹം മടങ്ങി വരാം. ദയവായി ഇരുന്ന് ചായ കഴിക്കൂ. അയാൾ അവിടെ ഇരുന്ന് പതിയെ ചായ മൊത്തി കുടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ എത്തിച്ചേർന്നു. അകത്തേക്ക് കടന്ന ക്യാപ്റ്റൻ അയാളെ കണ്ടില്ലെന്ന് തോന്നി. ബിൽ, അപരിചിതൻ വിളിച്ചു. തിരിഞ്ഞു നോക്കി അയാളെ കണ്ടതും ക്യാപ്റ്റൻ ഒരു മാത്ര നേരം നിന്ന നിൽപ്പിൽ തന്നെ നിശ്ചലനായി നിന്നുപോയി. അല്പസമയത്തിന് ശേഷം അയാൾ ഏറെ ശ്രദ്ധയോടെ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന എനിക്ക് ബ്ലാക്ക് ഡോഗ് എന്നായിരുന്നു ആ അപരിചിതൻ്റെ പേര് എന്ന് മനസ്സിലായി. അവരെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അവർ വിളിച്ചിട്ടല്ലാതെ അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞ് എന്നെ മടക്കി അയച്ചു. ആ ഹാളിൽ നിന്ന് ഞാൻ ബാറിലേക്ക് പോയി. അവർ രണ്ടുപേരും പതിയെ പതിയെ എന്തൊക്കെയോ പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വലിയ കലഹമുണ്ടായി. ബ്ലാക്ക് ഡോഗിൻ്റെ തോളിൽ നിന്ന് രക്തമൊഴുകി. അയാൾ വാതിലിലൂടെ പുറത്തേക്ക് ഓടുകയും ചെയ്തു. ക്യാപ്റ്റൻ മടങ്ങി വന്ന് വീണ്ടും കുറച്ച് മദ്യം ആവശ്യപ്പെട്ടു. അയാൾക്ക് റം എടുക്കാനായി ഞാൻ പോയി. മടങ്ങി വരുമ്പോൾ ക്യാപ്റ്റൻ ബോധമില്ലാതെ തറയിൽ വീണ് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ അമ്മ അയാൾക്കരികിൽ വ്യാകുലഭാവത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യോ ജിം, അവർ പറഞ്ഞു, നമുക്കിങ്ങനെയൊക്കെ വന്നതെന്താ? പ്രത്യേകിച്ച് നിൻ്റെ അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോൾ. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അമ്മയുടെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലായി. എൻ്റെ അച്ഛന് കുറച്ച് ദിവസമായി തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്കും എനിക്കും സത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നോക്കുക എന്നത് തന്നെ അത്രയേറെ പ്രയാസമുള്ള കാര്യമായിരുന്നു. ഭാഗ്യത്തിന് അപ്പോൾ തന്നെ കതക് തുറക്കപ്പെടുകയും ഡോക്ടർ ലൂസി പ്രവേശിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല, ആ ജില്ലയുടെ മജിസ്ട്രേറ്റും കൂടിയായിരുന്നു. സുഖമില്ലാതിരിക്കുന്ന എൻ്റെ പിതാവിനെ കാണാനാണ് അദ്ദേഹം വന്നത്. വീണുകിടക്കുന്ന ക്യാപ്റ്റനെ കണ്ട ഉടനെ അദ്ദേഹം അയാളെ വിശദമായി പരിശോധിച്ചു. ക്യാപ്റ്റന് മസ്തിഷ്ക ആഘാതമാണ്, അദ്ദേഹം പറഞ്ഞു. സുന്ദരനും മാന്യനുമായ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് പെട്ടെന്ന് ഉത്കണ്ഠയും അസ്വസ്ഥതയും കലർന്ന ഒരു ഭാവം പകർന്നു. എനിക്ക് അയാളെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ ക്യാപ്റ്റനെ അയാളുടെ മുറിയിലേക്ക് മാറ്റി. ഡോക്ടർ അയാൾക്ക് മരുന്ന് നൽകി. ക്യാപ്റ്റൻ ഒരുപാട് മദ്യപിക്കണമെന്ന കാര്യം എന്നിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി ഒരു തുള്ളി കഴിച്ചാൽ അയാൾ ശവക്കുഴിയിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞേക്കൂ. കടുപ്പത്തിൽ അത്രയും പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അച്ഛനെ കാണാൻ ക്യാപ്റ്റൻ്റെ മുറിയിൽ നിന്ന് പോയി. ഞാനും ക്യാപ്റ്റൻ്റെ മുറിയിൽ നിന്ന് ജോലിയിലേക്ക് മടങ്ങിപ്പോയി. മധ്യാഹ്നത്തിൽ ഞാൻ വീണ്ടും ക്യാപ്റ്റൻ്റെ മുറിയിലേക്ക് ചെന്നു. ക്യാപ്റ്റൻ പാതി ഉണർച്ചയിലാണെങ്കിലും കിടക്കയിൽ തന്നെയായിരുന്നു. ഡോക്ടർ കൊടുത്ത മരുന്നിൻ്റെ ഫലമായിരുന്നിരിക്കണം. അയാൾ എന്നെ നോക്കി, പക്ഷേ എന്നെ മനസ്സിലാക്കിയതായി തോന്നിയില്ല. സ്വയം സംസാരിക്കുന്ന പോലെ തോന്നി അയാൾ. ഞാൻ അടുത്തേക്ക് ചെന്നു. ആദ്യമൊന്നും അയാൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നന്നായി ശ്രദ്ധിച്ചപ്പോൾ ചില വാലും മുറിയുമൊക്കെ കിട്ടി. അവർക്കെൻ്റെ പെട്ടി കിട്ടില്ല. ഞാൻ ഫ്ലിൻറ്റിൻ്റെ ചങ്ങാതിയാ, ഫ്ലിൻറ്റിൻ്റെ ആദ്യത്തെ സഹകാരി. ആ സ്ഥലം അറിയുന്ന ഏക വ്യക്തി ഞാനാ. ഫ്ലിൻറ്റ് എന്നോട് അത് പറഞ്ഞു തന്നതാണ്. അയാൾ മരിക്കാൻ തുടങ്ങുമ്പോൾ മറ്റാർക്കും ആ സ്ഥലം ഞാൻ പറഞ്ഞു കൊടുക്കില്ല. എൻ്റെ പെട്ടി കൂടുതൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റണം. കേട്ടതിനൊന്നും ഞാൻ ആദ്യം വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. അച്ഛൻ ആ സായാഹ്നത്തിൽ തന്നെ മരിച്ചതുകൊണ്ട് എനിക്ക് തീരെ സമയവും കിട്ടിയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങൾ ഞാൻ ഏറെ വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയി. ശവസംസ്കാരം കഴിഞ്ഞതോടെ മുഴുവൻ ലോകവും എനിക്ക് എൻ്റെ അമ്മയ്ക്കുമൊക്കെ എതിരായി തിരിഞ്ഞെന്ന് തന്നെ എനിക്ക് തോന്നി. ദിവസങ്ങൾ കടന്നുപോകവേ ക്യാപ്റ്റൻ്റെ ആരോഗ്യത്തിൽ പുരോഗതിയുണ്ടായി. മുറിയിൽ നിന്ന് പുറത്തു വന്ന അയാൾ
ബോധമില്ലാതാവുന്നതുവരെ കുടിക്കുന്നതിൽ വീണ്ടും ആനന്ദം കണ്ടെത്തുകയാണ്. ഒരു സായാഹ്നത്തിൽ ഞാൻ സത്രത്തിൽ വാതിൽക്കൽ നിൽക്കുമ്പോൾ അന്ധനായൊരു യാചകൻ അവിടേക്ക് വന്നത് കണ്ടു. പച്ച നിറമുള്ള ഒരു കഷ്ണം തുണി കൊണ്ടയാൾ കണ്ണു മൂടിയിരുന്നു. ഇന്ദ്രജാലക്കാരൻ്റേതുപോലെ പുറം കുപ്പായം അയാൾ ധരിച്ചിരുന്നു. ഒരു വടിയും കയ്യിലുണ്ട്. കൂനുള്ള പോലെ നടന്ന് നടുവളച്ചാണ് നടത്തം. സത്രത്തിൽ വാതിൽക്കലെത്തി അയാൾ വിളിച്ചു പറഞ്ഞു, പാവപ്പെട്ട കണ്ണുപൊട്ടനെ ആർക്കെങ്കിലും സഹായിക്കണേ. തൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തെ കാക്കാനുള്ള ശ്രമത്തിൽ കണ്ണു പൊട്ടിപ്പോയതാണേ. ദയവായി എന്നെ സഹായിക്കണമേ. ഞാൻ അയാൾക്ക് അരികിലേക്ക് പോയി കൈ നീട്ടി. ഞാൻ അന്ധൻ്റെ കയ്യിൽ തൊട്ട മാത്രയിൽ അയാൾ എൻ്റെ കൈ കടന്നു പിടിച്ചു. അയാളുടെ അടുത്തേക്ക് വലിച്ചടുപ്പിച്ചു. ഇത് ഏത് സ്ഥലമാണ്? അയാൾ പിറുപിറുക്കും പോലെ എന്നോട് ചോദിച്ചു. അഡ്മിറൽ ബെൻപോ എന്ന സത്രമാണ് ഇത്. വിടുവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കൈവിട്ടെ, നിങ്ങൾ എന്നെ വേദനിപ്പിക്കുകയാണോ? കുട്ടി, ഞാൻ പറയുന്നത് കേൾക്ക്. അന്ധൻ ഉറക്കെ പറഞ്ഞു. ക്യാപ്റ്റൻ ഇവിടെയുണ്ടെന്ന് എനിക്കറിയാം. അയാളുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഒരു ചുള്ളിക്കമ്പ് പോലെ ഞാൻ നിൻ്റെ കൈ ഒടിച്ചു കളയും. ആകെ ഭയന്നുപോയ ഞാൻ ക്യാപ്റ്റൻ്റെ മേശക്കരികിലേക്ക് അന്ധനെ നയിച്ചു. അയാൾ ഒരു കഷ്ണം കടലാസ് ക്യാപ്റ്റൻ്റെ ബില്ലി ബോർഡ്സിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് പോയി. കൈത്തലത്തിലെ കടലാസിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ക്യാപ്റ്റൻ അലറി, അയ്യോ 10 മണി, ഇനി 6 മണിക്കൂറുണ്ട്, നമുക്ക് രക്ഷപ്പെടണം ഇപ്പോൾ തന്നെ. ഈ വാക്കുകളോടെ അയാൾ എഴുന്നേറ്റു. പക്ഷേ വേഗത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങവേ അയാൾ ബോധശൂന്യനായി അവിടെ വീണു മരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ 3-ാം ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.